LibreOffice Impress Viewing a Presentation കുറിച്ചുള്ള സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ വ്യൂ ഓപ്ഷൻസ് കുറിച്ചും അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും കൂടാതെ അവയുടെ മാസ്റ്റർ പേജസ് കുറിച്ചും പഠിക്കും. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് GNU Linux കൂടാതെ LibreOffice Suite പതിപ്പ് 334 എന്നിവയാണ്. നമ്മുടെ പ്രസന്റേഷൻ സാമ്പിൾ ഇംപ്രസ് തുറക്കാം. നിങ്ങൾക്ക് ഒരുപാട് മെച്ചപ്പെട്ട പ്രസന്റേഷൻ തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഓപ്ഷനുകൾ LibreOffice Impressലുണ്ട്. നിങ്ങൾ LibreOffice Impress തുറക്കുമ്പോൾ ഡിഫോൾട്ടായി ഇങ്ങനെയിരിക്കും. ഇതിനെ നോർമൽ വ്യൂ എന്ന് വിളിക്കുന്നു. പ്രസന്റേഷൻ മറ്റേതെങ്കിലും വ്യൂവിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നോർമൽ ടാബിൽ ക്ലിക്ക് ചെയ്ത് നോർമൽ വ്യൂവിലേക്ക് തിരിച്ചുപോകാം. അല്ലെങ്കിൽ വ്യൂ കൂടാതെ നോർമലും ക്ലിക്ക് ചെയ്യാം. നോർമൽ വ്യൂവിൽ നിങ്ങൾക്ക് സ്ലൈഡ്സ് സൃഷ്ടിക്കാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് സ്ലൈഡുകളുടെ ഡിസൈൻ മാറ്റാൻ സാധിക്കും. ഇത് ചെയ്യാൻ ഓവർവ്യൂ എന്ന ശീർഷകമുള്ള സ്ലൈഡിൽ പോവുക. ടാസ്ക് പെയ്നിൽ വലത് സൈഡിൽ മാസ്റ്റർ പേജസ് വിഭാഗത്തിൽ യൂസ്ഡ് ഇൻ ദിസ് പ്രസന്റേഷൻ കീഴിൽ നമുക്ക് സ്ലൈഡ് രൂപമാതൃകയായി PRS സ്ട്രാട്ടജി കാണാം. ഇതിന് കീഴിൽ നമുക്ക് റീസെന്റ്ലി യൂസ്ഡ് കൂടാതെ അവൈലബിൾ ഫോർ യൂസ് സ്ലൈഡ് എന്ന രൂപമാതൃകകൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക. വർക്ക്സ്പേസ് പെയ്നിലെ സ്ലൈഡ് ഡിസൈനിന്റെ മാറ്റം ശ്രദ്ധിക്കുക. സ്ലൈഡ് ഡിസൈൻ മാറ്റാൻ എത്ര എളുപ്പമാണ് എന്ന് കാണുക. നിങ്ങൾ സൃഷ്ടിച്ച ഡിസൈൻ നിങ്ങളുടെ സ്ലൈഡിന്റെ പശ്ചാത്തലമായി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഔട്ട്ലൈൻ വ്യൂ കാണും. നിങ്ങൾക്ക് ഈ കാഴ്ചയിലേക്ക് വ്യൂ കൂടാതെ ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്ത് പോകാം. അല്ലെങ്കിൽ ഔട്ട്ലൈൻ ടാബിൽ ക്ലിക്ക് ചെയ്തും. ഇവിടെ സ്ലൈഡ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഉള്ളടക്ക പട്ടിക പോലെ ഒന്നിനു ചുവടെ മറ്റൊന്ന് എന്ന ക്രമത്തിലാണ്. ഇവ സ്ലൈഡ് ഹെഡിംഗ്സ് ആണ്. സ്ലൈഡ് ഹെഡിംഗ് ഓവർവ്യൂ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഔട്ട്ലൈൻ ടാബ് തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ ഓവർവ്യൂ സ്ലൈഡിലായിരുന്നതിനാലാണ് ഇത് സംഭവിച്ചത്. ഐക്കൺസ് ഇവിടെ ബുള്ളറ്റ് പോയിന്റുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഈ ബുള്ളറ്റ് പോയിന്റ്സുകൾക്ക് മുകളിലൂടെ മൌസ് നീക്കുമ്പോൾ കർസർ ഒരു കൈ മാതൃകയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് തുടർന്ന് ഈ ഇനങ്ങൾ മുകളിലേക്കോ താഴേക്കോ മാറ്റുകയോ ഒരു സ്ലൈഡിന് അകത്ത് തന്നെ പുനഃക്രമീകരിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ സ്ലൈഡുകളുടെ കുറുകെ. നമുക്ക് ഈ മാറ്റങ്ങൾ കണ്ട്രോൾ കൂടാതെ Z അമർത്തിക്കൊണ്ട് ഇല്ലാതാക്കാം. അതുവഴി നമ്മുടെ പ്രസന്റേഷൻ അതിന്റെ അസൽ രൂപത്തിൽ കാണാൻ സാധിക്കും. സ്ലൈഡ് സോർട്ടർ ഉപയോഗിച്ച് നമുക്ക് സ്ലൈഡ്സ് റീഅറേഞ്ച് ചെയ്യാം. വ്യൂ കൂടാതെ സ്ലൈഡ് സോർട്ടർ എന്നിവയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ലൈഡ് സോർട്ടർ വ്യൂവിലേക്ക് മാറാം. അല്ലെങ്കിൽ സ്ലൈഡ് സോർട്ടർ ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്. ഈ വ്യൂ നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ സ്ലൈഡ്സ് പുനഃക്രമീകരിക്കുന്നതിന് സഹായിക്കും. ഉദാഹരണത്തിന് സ്ലൈഡ് നമ്പർ 9, 10 എന്നിവ മാറ്റാൻ സ്ലൈഡ് നമ്പർ 10ൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ലൈഡിനെ സ്ലൈഡ് നമ്പർ 9ന് മുമ്പിലേക്ക് ഇഴയ്ക്കുക. ഇനി മൌസ് ബട്ടൺ വിടുക. സ്ലൈഡ്സ് പരസ്പരം സ്ഥാനം മാറുന്നു. നോട്ട്സ് വ്യൂവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസന്റേഷനെ സഹായിക്കുന്ന കുറിപ്പുകൾ എഴുതാം. നോട്ട്സ് വ്യൂവിലേക്ക് പോകാൻ വ്യൂ തുടർന്ന് നോട്ട്സ് പേജിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് ടാബിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സ്ലൈഡ്സ് പെയ്നിൽ നിന്ന് ഡെവലപ്മെന്റ് അപ്പ് ടു പ്രസന്റ് എന്ന സ്ലൈഡ് തിരഞ്ഞെടുക്കുക. നോട്ട്സ് ഭാഗത്ത് ചില വാക്കുകൾ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്ലൈഡുകൾ പ്രൊജക്ടറിൽ കാണുമ്പോൾ നിങ്ങൾക്കപ്പോഴും മോണിറ്ററിൽ നോട്ട്സ് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ കാഴ്ചക്കാർക്ക് അവ കാണുകയുമില്ല. ഇനി നമുക്ക് നോർമൽ ടാബിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വലതുഭാഗത്തെ ടാസ്ക് പെയ്ൻ ലേഔട്ട് സെക്ഷനിൽ പ്രസന്റേഷന്റെ ലേഔട്ട് മാറ്റാവുന്നതാണ്. ടാസ്ക് പെയ്ൻ കാണിക്കാനോ മറയ്ക്കാനോ വ്യൂ കൂടാതെ ടാസ്ക് പെയ്ൻ ക്ലിക്ക് ചെയ്യുക. ഇത് ടാസ്ക് പെയ്ൻ കാണിക്കുകയോ മറയ്ക്കുകയോ ചെയ്യും. ഒരു സ്ലൈഡിന്റെ ലേഔട്ട് മാറ്റാൻ ലേഔട്ട് സെക്ഷൻ ഉപയോഗിക്കുക. ഡെവലപ്മെന്റ് അപ്പ് ടു പ്രസന്റ് എന്ന പേരായ സ്ലൈഡ് തിരഞ്ഞെടുക്കുക. ലേഔട്ടിൽ നിന്ന് ടൈറ്റിൽ കണ്ടന്റ് ഉള്ളടക്കത്തിന് മുകളിൽ തിരഞ്ഞെടുക്കുക. ഇത് സ്ലൈഡിന്റെ ലേഔട്ട് മാറ്റുന്നു. ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് വ്യൂ ഓപ്ഷൻസ് കൂടാതെ അവയുടെ ഉപയോഗങ്ങളും കൂടാതെ മാസ്റ്റർ പേജസുമാണ്. ഈ കോംപ്രിഹെൻഷൻ ടെസ്റ്റ് അസൈൻമെന്റ് പരീക്ഷിക്കുക. ഒരു പുതിയ പ്രസന്റേഷൻ ശ്രമിക്കുക. കരിനീല പശ്ചാത്തലവും ഇളം നീല ശീർഷക മേഖലയുമായ ഒരു മാസ്റ്റർ സൃഷ്ടിക്കുക.
താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സമ്മറൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൌൺലോഡ് ചെയ്ത് കാണാം. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ ജയിക്കുന്നവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്കായി contact@spoken-tutorial.org ലേക്ക് എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken-tutorial.org/nmeict-intro ൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ, IIT ബോംബേ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.